നിങ്ങൾ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ കഴിഞ്ഞത് തന്നെ കാര്യങ്ങൾ നേരെയാവുന്നതിന്റെ ഒരു തുടക്കമാണ് എന്ന് കരുതിക്കോട്ടെ. അങ്ങനെ കണക്കാക്കണ്ട. നേരെയാവുന്നുണ്ടോ ഇല്ലയോന്ന് ഇത് കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. നിങ്ങൾ രണ്ടു കൂട്ടരും വിചാരിച്ചാൽ നേരെയാവാത്ത ഒരു പ്രശ്നവും നമ്മുടെ മുന്നിലില്ല. നിങ്ങൾ സഹായിച്ചാൽ. സഹായിക്കാനല്ലേ ചിലതൊക്കെ പറയാനാവുന്നത്. റെയ്ഡിന്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ച് അമ്പലങ്ങളിൽ കയറി ആയുധം പിടിക്കാൻ നിങ്ങൾക്കാരാഹേ അവകാശം തന്നത്? എല്ലാ അമ്പലങ്ങളുടെയും രക്ഷാധികാരിയായി അങ്ങേക്കാരാണ് നിയമനം തന്നത് എന്നൊരു മറുചോദ്യമുണ്ട്. ചോദിക്കുന്നില്ല. ചിലയിടത്തെങ്കിലും ആയുധങ്ങളുണ്ട് എന്ന് സ്വാമിജി സമ്മതിച്ചല്ലോ, അത് മതി. സ്വാമിജിയുടെ ഇന്നലത്തെ തീപ്പരി പ്രസംഗത്തിന്റെ കാസറ്റ് പോലീസുകാർ എന്നെ കൊണ്ടുവന്ന് കേൾപ്പിച്ചു. ഇന്നത്തെ പത്രപ്രസ്താവനയും വായിച്ചു. മനഃപൂർവ്വം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങയുടെ ലക്ഷ്യം. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ഈ സംസ്ഥാനത്ത്. ക്ഷേത്രങ്ങളിലല്ല പോലീസ് കയറിയത്. ക്ഷേത്രങ്ങളുടെ മറവിൽ ചിലർ പടച്ചുണ്ടാക്കിയ സങ്കേതങ്ങളിലാണ്. അവിടെ നിന്നെല്ലാം ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ശരിയല്ലേ? അല്ല, അമ്പലത്തിന്റെ കാര്യം പിടിയുന്നേ നിങ്ങളെ പോലീസിന്റെ നമ്മൾ പള്ളി കയറിയത് ഇല്ല. ഒരു പള്ളിയിലും പോലീസ് കയറിയിട്ടില്ല. മതവൈരം വളർത്താൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയുടെ ചില താവളങ്ങൾ, അവിടെ റെയ്ഡ് നടന്നിട്ടുള്ളൂ. മറിച്ച് തെളിയിച്ചാൽ അന്ന് രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഒരു കാര്യം, ആരാധനാലയങ്ങൾ അത് അമ്പലമായാലും പള്ളിയായാലും ആയുധ പൂജയ്ക്കുള്ള സ്ഥലങ്ങളല്ല. ഒരമ്പലത്തിലും കയറി ഒരു വിഗ്രഹവും ആരും പിടിച്ചെടുത്തിട്ടില്ല. വിശുദ്ധിയുടെ ഒരണു പോലും കളങ്കപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ രണ്ടാളുടെയും ബന്ധങ്ങളെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടു കൂട്ടരുടെയും പിന്നിൽ നിന്ന് കളിക്കുന്നത് ഒരാളാണ്. എന്നെ തോൽപ്പിക്കാൻ നിങ്ങളെ വെച്ച് കളിക്കുന്നതും അയാൾ തന്നെയാണ്. നിങ്ങളെ ജയിപ്പിച്ചത് മന്ത്രിയാക്കിയതൊക്കെ അയാൾ തന്നെയല്ലേ? അപ്പോ ആളാരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു അല്ലേ? എന്നെ ജയിപ്പിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എന്നെ ജയിപ്പിച്ചത് ജനങ്ങളാണ്. നമ്പ്യാരോടല്ല, ജനങ്ങളോടാണ് എന്റെ കടപ്പാട്. പിന്നെ നിങ്ങൾ രണ്ടാളുകളുടെയും ബാക്ക്ഗ്രൗണ്ട്സ് പോലീസ് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുമാറുന്നതിന് മുമ്പ് 3 തവണ കള്ളക്കടത്തിന് അറസ്റ്റിലായിട്ടുണ്ട് നിങ്ങൾ അല്ലേ? സ്വാമിജിക്കുണ്ട് വിദേശ ബന്ധങ്ങൾ. പക്ഷെ പിടിയിലായത് ഒരിക്കൽ മാത്രം. അത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്. മത നേതാക്കളുടെ വേഷം കെട്ടിയിറങ്ങിയാൽ നിങ്ങൾ ആർക്കും ഒരിക്കലും തിരിച്ചറിയാനാവില്ലെന്ന് കരുതിയോ? യഥാർത്ഥ മത നേതാക്കന്മാർ വേറെയുണ്ട്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. ഭൂരിപക്ഷം വിശ്വാസികളും അവരുടെ കൂടെയാണ്. നിങ്ങളുടെയൊക്കെ കൂടെ കുറെ ആന്റി സോഷ്യൽസും ക്രിമിനൽസും മാത്രമേ ഉള്ളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, അത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവുകയുമില്ല. എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും കയറാൻ തുറന്നു കൊടുക്കുന്ന ഒരു കാലം വരും. അമ്പലമെന്നോ പള്ളിയെന്നോ ഭേദമില്ലാതെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അന്യോന്യം വാതിൽ തുറന്നു കൊടുക്കും. അമ്പലത്തിനും പള്ളിക്കും വേണ്ടി തമ്മിൽ തല്ലി മരിക്കാൻ ആള് കിട്ടാതെ വരും. അന്ന് ജനം നിങ്ങളെപ്പോലുള്ളവരെ തിരിച്ചറിയും. അന്ന് നിങ്ങൾക്കൊക്കെ ശിക്ഷ വിധിക്കുന്നതും ജനങ്ങൾ തന്നെ ആയിരിക്കും. കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞു. ഇനി പ്രവൃത്തിയാണ്. മതി. അപ്പോ അവന് ഹാലിളകി തുടങ്ങിയല്ലേ? ഇനി എളുപ്പമാ. റെയ്ഡുകൾ നടക്കട്ടെ. അമ്പലങ്ങളിലും പള്ളികളിലും പോലീസിന്റെ തേർവാഴ്ചയെന്ന് നമ്മൾ ഇനിയും കൊട്ടിഘോഷിക്കും. ജനത്തിന് ഭ്രാന്ത് പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഭ്രാന്ത് പിടിപ്പിക്കും. ഈ കേരളത്തിൽ വർഗീയത പറഞ്ഞ കാലണക്കി വെക്കില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ലേ? എന്നിട്ട് എന്തായി? മുക്കിന് മുക്കിന് കലാപങ്ങൾ നടന്നില്ലേ? കമ്പും വടിവാളുമൊക്കെയായി നടന്നവർക്ക് ഇപ്പൊ കൈത്തോക്കും നാടൻ ബോംബും വേണം. കേരളത്തിൽ നമ്മുടെ ബിസിനസിന്റെ ലാഭം തുടങ്ങുന്നത് അവിടെ ആയിരിക്കും. നോക്കിക്കോ. കലാപങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ വിജയിച്ചാൽ കൈത്തോക്കും നാടൻ ബോംബും ഒന്നും പോരാതെ വരും. സ്വാമി, ഞാൻ പറഞ്ഞിട്ടില്ലേ, രാഷ്ട്രീയത്തെക്കാൾ എനിക്ക് കമ്പം ആയുധക്കമ്പോളമാണ്. വർഗീയതയുടെ പേരിൽ ജനങ്ങൾ തമ്മിൽ തല്ലട്ടെ. കാശ്മീരിലെയും പഞ്ചാബിലെയും പോലെ ഇവിടെയും വേണ്ടിവരും വിദേശ തോക്കുകൾ. അവർക്കു വേണ്ടി AK-47 കലാഷ്നിക്കോവ് തോക്കുകളും ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മളായിരിക്കും, നമ്പ്യാരായിരിക്കും. വെറുതെ അല്ല, വിലയ്ക്ക്, ലക്ഷങ്ങളുടെ വിലയ്ക്ക്. എന്താണ്ടാ ഇത്? അനക്കൊക്കെ കയറി കളിക്കാനുള്ള സ്ഥലം ഇത്. മാറി നിൽക്കണം. ഒരുത്തനും ഒരു ചോറകത്തേക്ക് വെക്കാൻ പാടില്ല. ഈ സ്ഥലം എന്താണെന്ന് അറിയില്ല. എനക്കൊന്നും അറിയാം, നന്നായിട്ട് അറിയാം. 5 നേരം നിസ്കരിക്കുന്നതിന്റെ തഴമ്പ് ദാ എന്റെ നെറ്റിയിലുണ്ട്. അക്രമികളെ ഒളിപ്പിക്കാൻ ഈ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത്? പറയണം. അന്യമതസ്ഥരെല്ലാം കൊന്നൊടുക്കണമെന്ന് പറയുന്നുണ്ടോ ഖുർആനില്?
ഞമ്മക്കൊന്നും അറിയില്ലപ്പാ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓനെ പോലുള്ള ഒരു പറയുന്ന ചേലുക്ക വയം കൊടുത്തില്ലെങ്കിൽ ഓര് ഞമ്മടെ തലയെടുക്കും. ഒരു പാവം പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതം വെട്ടിമുറിച്ചിട്ട അവൻ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. സോറി സർ. ക്ഷമാപണം കൊണ്ടൊന്നും ആവുന്നില്ല ഇക്ബാൽ. അവനെ പിടികൂടിയേ തീരൂ. അവനെ ആരാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? എവിടെയാണ്? നിങ്ങൾക്കൊരു ഇൻഫർമേഷനും ഇല്ലേ? പിന്നെ അതറിഞ്ഞാൽ സാർ ഒരുപക്ഷെ. നോ, എനിക്കറിയണ്ട. അവൻ എവിടെ ഉണ്ടെങ്കിലും ശരി, പ്രൊട്ടക്ട് ചെയ്യുന്ന ആരായാലും ശരി, യു മസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി. സർ. ആ, റൈറ്റ്. Cover all the exits. Come on. എന്താണ് മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ, മുന്നറിയിപ്പില്ലാതെ ഒരു വിസിറ്റ്? മുന്നറിയിപ്പുണ്ടായ പിന്നെ ഈ വിസിറ്റ് കൊണ്ട് പ്രയോജനം ഇല്ലാതായി പോകും സാർ. അതുകൊണ്ടാ ഐ സെഡ് കവർ ഓൾ ദി എക്സിറ്റ്. മൂവ്. ഡോണ്ട് ഷൗട്ട് മൈ ബോയ്. ദേ കണ്ടോ, ഇവരൊക്കെ പാവങ്ങളാ. ഈ ശൗര്യം കണ്ട് ചിലപ്പോ പേടിച്ചെന്ന് വരും. And what the shit are you doing in my house? Come on. ഹലോ, ഗോപാലകൃഷ്ണൻ കൊടുക്കണോ? നമ്പ്യാരാ?
താങ്ക് യു സർ. ഇവൻ ഇവിടെ തന്നെ ഒളിപ്പിച്ചതിന്. മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് പിടികൂടാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്. സോറി, അങ്ങനെ തിരിച്ചു വിളിക്കാൻ എനിക്കാവില്ല. സിൻസ് ഐ റെസ്പെക്ട് യുവർ പൊസിഷൻ. MP, മെമ്പർ ഓഫ് പാർലമെന്റ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധി. ആ പദവിയോടും തിരഞ്ഞെടുത്ത ജനങ്ങളോടൊക്കെ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും, പക്ഷെ എനിക്ക് ബഹുമാനമാണ്. ഐ റെസ്പെക്ട് നോട്ട് യു ബട്ട് ദ പീപ്പിൾ. അടി കൊണ്ടത് നിന്റെ ചെകിട്ടത്താണെങ്കിലും അടിച്ചത് നിന്നെയല്ല. അടി കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടു എന്ന് ചെന്ന് പറഞ്ഞേരെ നിന്റെ മന്ത്രിയോട്. ഷുവർ 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 ഷുവർ.